നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തതും. 7 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് 5 മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരദമ്പതികൾ പങ്കുവച്ചത്. വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത്. ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ്. അധികം അഭിമുഖങ്ങളൊന്നും നൽകാത്ത നയൻതാര താൻ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് മുമ്പൊരിക്കൽ പറഞ്ഞത്. മുൻകോപമാണ് പലപ്പോഴും നയൻതാരയ്ക്ക് വിനയാകാറ്. ഒന്നിലേറെ തവണ നടിയുടെ ദേഷ്യം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ താരത്തെ അധികം കാണാത്തതിന് കാരണവും ഇത് തന്നെയാണ്. ഇപ്പോഴിതാ നയൻതാരയെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ അന്തനൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. നടി ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി പ്രശ്നത്തിലാണെന്നാണ് വിവരം. ദേശക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്ന് അന്തനൻ പറയുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അന്തനൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ സുഹൃത്ത് ഈ അപ്പാർട്ട്മെന്റിലുണ്ട്. അവന്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്നും വന്നു. കുട്ടികളെല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം. അവിടെ പോയപ്പോൾ നയൻതാര 2 കുട്ടികളെയും കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കവേ അത് വീഡിയോ എടുത്തു. ക്യാമറ തിരിച്ചപ്പോൾ നയൻതാരയുടെ കുട്ടികളും അതിൽ പതിഞ്ഞു. ഓടി വന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായിച്ചു. കരഞ്ഞുകൊണ്ട് വന്ന കുട്ടികൾ ആ ആന്റി ഞങ്ങളെ വിരട്ടി വിട്ടെന്ന് പറഞ്ഞു. അവർ വഴക്കിന് പോയില്ല, ഒരു പരാതിക്ക് പോയി. മറ്റൊരു കാര്യം, നയൻതാരയ്ക്ക് 50 to 60 ചെരുപ്പുകളുണ്ട്. ഇത് വീട്ടിനുള്ളിൽ വെക്കില്ല, അപ്പാർട്ട്മെന്റിന് പുറത്ത്. ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കുന്നുണ്ട്. ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടെ എന്ന ചോദ്യത്തിന് അത് വലിയ പ്രശ്നമായെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഡെലിവറി ബോയ്സുമായും നയൻതാരയ്ക്ക് പ്രശ്നമുണ്ടെന്നും അന്തനം പറയുന്നു. നയൻതാരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നുണ്ട്. വരുന്നവരെല്ലാം വഴക്ക് പറയുന്നു. ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല. മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. അടുത്ത് പോയാൽ പോലും വഴക്കിടുകയാണെന്നും അദ്ദേഹം പറയുന്നു. പോയിസ് ഗാർഡനിൽ മാശ്യം അപ്പാർട്ട്മെന്റിൽ ഒരു വലിയ വീട് നയൻതാര വാങ്ങിയിട്ടുണ്ടെങ്കിലും ആ വീട്ടിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല. താരവും കുടുംബവും ആ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ എന്നാണ് അപ്പാർട്ട്മെന്റിലുള്ളവർ പ്രാർത്ഥിക്കുന്നതെന്നും അന്തനൻ പറയുന്നു. നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നയൻതാര ഉണ്ടാക്കിയെന്നും അന്തനൻ പറയുന്നു.